ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഒരു പൂളക്കറി, ചെറിയ മാന്തണ്ട്, പച്ചമാന്ത, അത് വറ്റിച്ചത് ചെറിയ വെള്ളത്തിൽ മുളകിട്ടത് ഉണ്ടാക്കാം കേട്ടോ. അതിനായി നമുക്ക് ആദ്യം പൂള ചെറുതായി ഇങ്ങനെ മുക്കിയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഈ ആവശ്യമായ വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു. ഇനി 2 ചെറിയ ഉള്ളി, ഒരു പച്ചമുളകും ചതച്ചിട്ടുണ്ട്. ചതച്ച പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടാ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാ. ഈ കുക്കർ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമുക്ക് മാന്തക്കറി വെക്കാൻ തുടങ്ങാം കേട്ടോ. മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമായത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചിയും എല്ലാം ചതച്ചിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചേക്ക് ശേഷം ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഇടാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് കിട്ടാൻ ലേശം ഉപ്പ് ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചെറിയൊരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇടാം കേട്ടോ. അത് നന്നായി വഴന്ന് വെച്ചാൽ പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്കൊന്ന് അടച്ചിട്ട് കൊടുക്കാം. നമുക്ക് തക്കാളിയൊക്കെ വഴന്ന് നോക്കാം. തക്കാളി ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടില്ല. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ഇടാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1/2 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. അതൊന്ന് വഴറ്റിയിട്ടാം.
നമുക്ക് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർക്കുക. ചെറിയ മീനാവുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലേശം കൂടെ പുളി വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിളച്ച് വരുമ്പോൾ നമ്മൾ മാന്തമീൻ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടണ്ടേ, കാരണം മാന്തമീൻ ചെറിയതാവുകൊണ്ട് കുറേ സമയത്ത് വേവ് ഉണ്ടാവില്ല, എളുപ്പം കലങ്ങിപ്പോകും. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. നമ്മളെ പൂള വിസിൽ വന്നു, 2 വിസിൽ വന്നു കേട്ടോ. ഇനി ഓഫാക്കാം. അപ്പോൾ നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാന്തമീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാന്തമീൻ്റെ സീസണാണ്, എല്ലായിടത്തും ചെറിയ മാന്തയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുക. എങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക, അതെന്താ ചെയ്യല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ പൂളയത്തെ വിസിലൊക്കെ പോയിട്ട് റെഡി ആവുമല്ലോ. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കേട്ടോ, പൂള എന്തായി എന്നുള്ളത്. അപ്പോൾ പൂള നല്ലോണം വെന്തിട്ടുണ്ട്. ഇച്ചിരി കരിവേപ്പില ഇടുന്നുണ്ട്. ഇനി നല്ലോണം ഉടച്ചു കൊടുക്കുക. അപ്പം നമുക്കിന്നാ ഊണഴിക്കല്ലേ. ചോറ് ഇച്ചിരി പൂള വേവിച്ചത്, നമ്മൾ സ്പെഷ്യൽ മാണ്ട വറ്റിച്ചത്, അപ്പോൾ എല്ലാവരും കഴിക്കാൻ വരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.